മുഖ്യമന്ത്രി പ്രഖ്യാപനം വരുന്നതിന് പിന്നാലെ വിപുലമായ ആഹ്ലാദ പ്രകടനങ്ങളാണ് കോൺഗ്രസ് ആസൂത്രണം ചെയ്യുന്നത്. ഇന്ന് വൈകുന്നേരം കഴിഞ്ഞാൽ ഏത് നിമിഷവും പ്രഖ്യാപനം കാത്തിരിക്കുകയാണ് നേതാക്കളും പ്രവർത്തകരും. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രകടനം വലിയ ജനപങ്കാളിത്തത്തോടെ നടത്താനുള്ള മുന്നൊരുക്കങ്ങൾ ഇതിനകം തന്നെ നടത്തിയിട്ടുണ്ട്. ജില്ലകൾ കേന്ദ്രീകരിച്ചും പ്രാദേശികമായും വലിയ ആഹ്ലാദ പ്രകടനങ്ങൾക്ക് ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ടി വി പ്രസാദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രസാദ്, മുന്നണിയുടെ വിജയം വലിയ രീതിയിലൊന്നും ആഘോഷിക്കാൻ പോലും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഗ്രൂപ്പ് തിരിഞ്ഞായിരുന്നു ഇത്രയും ദിവസത്തെ കാര്യങ്ങളൊക്കെ. അപ്പോ ഒറ്റ പേര് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ ഒറ്റക്കെട്ടായി ആഘോഷിക്കുമോ, അതോ ഗ്രൂപ്പായി തിരിഞ്ഞ് കുറച്ചുപേർ വിഷമിച്ചിരിക്കും, കുറച്ചുപേർ പായസം വയ്ക്കും, അങ്ങനെയാവോ? റോഷിനി, ഗുഡ് ഈവനിങ്. പറഞ്ഞതുപോലെ ഒറ്റപ്പേര് ഇന്ന് വൈകിട്ടുണ്ടാകും എന്ന കണക്കുകൂട്ടലിലാണ് എല്ലാവരും ഉള്ളത്. വൈകിട്ട് 7 മണിക്ക് ശേഷമോ അല്ലെങ്കിൽ 6 മണിക്ക് ശേഷം ഏത് നിമിഷവും പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും. പേര് വന്നു കഴിഞ്ഞാൽ പ്രകടനം നടത്താൻ ആളുകൾ തയ്യാറാണ്. അത് KC വേണുഗോപാലാണെങ്കിലും VD സതീശനാണെങ്കിലും ഇനിയിപ്പോൾ രമേശ് ചെന്നിത്തലയാണെങ്കിലും ആളുകൾ തയ്യാറാണ് എന്നുള്ളതാണ്. അതിൻ്റെ സംവിധാനങ്ങളെല്ലാം ഇവർ തയ്യാറാക്കിയിട്ടുമുണ്ട്. ഒരു ഭാഗത്ത് ആഹ്ലാദ പ്രകടനം നടക്കുമ്പോൾ സ്വാഭാവികമായി നമുക്കറിയാവുന്നതുപോലെ ആ പ്രതിഷേധ പ്രകടനത്തിലുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും മുഖ്യമന്ത്രിയാകുന്നവരുടെ കൂടെയുള്ളവർ എല്ലാ ആസൂത്രണവും ഇതിനകം തന്നെ ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തലസ്ഥാനത്ത് നടത്തുന്ന പ്രകടനങ്ങളൊക്കെ വലിയ ശക്തി വിളിച്ചോതുന്ന രീതിയിലുള്ള വലിയ ആഹ്ലാദ പ്രകടനങ്ങളാക്കാനുള്ള ക്രമീകരണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് മാത്രമല്ല, ജില്ലകളിൽ എല്ലായിടത്തും ആഹ്ലാദ പ്രകടനങ്ങൾ ഉണ്ടാവും, പ്രാദേശികമായിട്ടും ഉണ്ടാകും. അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം തയ്യാറായിട്ടുണ്ട്. ഒന്ന് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ 8 ദിവസമായി വന്നില്ല, ഇന്നെങ്കിലും വരുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ക്രമീകരണം എല്ലാവരും തയ്യാറാണ്. നേരത്തെ റോഷിനി പറഞ്ഞതുപോലെ ഒരു ഭാഗത്ത് ആഹ്ലാദിക്കുമ്പോൾ മറുഭാഗത്ത് പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതയും കോൺഗ്രസ് നേതൃത്വം തള്ളിക്കളയുന്നില്ല. അതൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയാണ് ഈ 3 ദിവസത്തെ ഇടവേളയെടുത്തത്. ഒന്ന് തണുപ്പിച്ച് ഇന്ന് വൈകുന്നേരം പ്രഖ്യാപിക്കുമോ എന്നുള്ളത് തന്നെയാണ് റോഷിനി എല്ലാവരും നോക്കുന്നത്. ഓക്കെ, പ്രഖ്യാപനം കഴിഞ്ഞാൽ അദ്ദേഹം എന്തായാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും കൂടി ഒരുമിച്ച് ആഘോഷിക്കാവുന്നതാണ്. ഇനി അതിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണാം.